ഇന്ന് ഞാനിപ്പോൾ ഒരു ദോശപ്പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തത് വറുക്കാനിട്ടു. നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ പാകം. പിന്നെ അതൊന്ന് ചൂടാറാൻ വെച്ച ശേഷം ഞാൻ അതേ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് അരി എടുത്തു. ഇത് പുഴുങ്ങലരിയാണ്, പച്ചരി എടുക്കരുത് കേട്ടോ, പുഴുങ്ങലരിയാണ്. അപ്പോൾ പുഴുങ്ങലരിയും അതുപോലെ വറുത്തെടുക്കുക. അതൊന്ന് പൊട്ടി വന്ന് ബ്രൗൺ നിറാവുന്നവരെ അതും വറുത്തെടുക്കുക. പിന്നെ അതും ചൂടാറാൻ വെച്ച ശേഷം അതിന് ആവശ്യമുള്ള മുളക്, കറിവേപ്പിലയും കൂടി വറുത്തെടുക്കുകയാണ്. പക്ഷെ അതിലേക്ക് എണ്ണയൊന്നും ഒഴിക്കരുത് കേട്ടോ, എണ്ണ ഒഴിക്കാണ്ടാണ് ഇതൊക്കെ വറുത്തെടുക്കണത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് കുരുമുളക്, ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് കായം വറുത്തെടുക്കണത് കേട്ടോ. കായം എണ്ണയിലാണ് വറുക്കണത്. പിന്നെ അതൊക്കെ ഒന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം, ഒന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുക്കണത്. അപ്പോൾ നമ്മുടെ പൊടി റെഡി ആയി കഴിഞ്ഞു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചിട്ടും കഴിക്കാം, അഥവാ ചട്നിയുടെ കൂടെ ആയാലും കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ.